Hello friends, welcome to SAT, St. Augustine Tuition Center, Marathambadi and Puttamvelkara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit stagustinetuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകും നമ്മൾ മെറ്റൽസ് പാർട്ട് 7 വരെ പഠിച്ചു കഴിഞ്ഞു. പഠിക്കാത്തവർ അത് കണ്ടതിന് ശേഷം ഈ പാഠഭാഗങ്ങൾ കാണുക. ഓക്കെ, നമ്മളൊരു ടെസ്റ്റാണ്, റിവിഷൻ ടെസ്റ്റ്. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക. ഒരു പേപ്പർ എടുത്ത് വെക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്യുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് 30 മിനിറ്റാണ് സമയം, മാക്സിമം മാർക്ക് 20. ഓക്കെ, ടെസ്റ്റ് 1 നമ്മുടെ ടോപ്പിക്ക് വാട്ട് ആർ മെറ്റൽസ്, ലോഹങ്ങൾ എന്നാൽ എന്ത്, ഇതാണ് നമ്മുടെ ഇതിനകത്തെ ടോപ്പിക്. ഓക്കെ, വാട്ട് ആർ മെറ്റൽസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ മെറ്റൽസ്, ലോഹങ്ങൾ എന്നാൽ എന്ത്, 2 മാർക്കാണ്. കുറച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് കാണാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺ ഫോർ അലുമിനിയം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യൂട്ടൻസിൽസ്. നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് അലുമിനിയം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലെ ചാളപ്പിക്കുന്ന പാത്രമോ അല്ലെങ്കിൽ കഞ്ഞിക്കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് അലുമിനിയം ആയിരിക്കും, കുക്കറോ ഒക്കെ അല്ലേ, അത് എന്തുകൊണ്ടാണ്? വൈ ഈസ് കോപ്പർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് കേബിൾസ്. നമ്മുടെ വീട്ടിൽ വയറിംഗ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് വയറിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ചെമ്പിൻ്റെ കമ്പിയായിരിക്കും. അതെന്തുകൊണ്ടാണ് ചെമ്പ് ഉപയോഗിക്കുന്നത്? ഓക്കെ, 2 മാർക്ക്. തേർഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 6 മെറ്റൽസ് വിച്ച് വി യൂസ് ഇൻ അവർ എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന 6 ലോഹങ്ങൾ എഴുതുക. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അലുമിനിയം മെറ്റൽ ഈസ് നൗ എ ഡേയ്സ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ്. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് ഓഫ് അലുമിനിയം ആസ് എ മെറ്റൽ. നമുക്കറിയാം ഇന്ന് അലുമിനിയം വളരെയധികം ഇലക്ട്രിക് വയറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ റോട്ടിൽ കൂടെ പോകുന്ന ലൈൻ കമ്പിയൊക്കെ അലുമിനിയമാണ് അല്ലേ. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് ഓഫ് അലുമിനിയം ആസ് എ മെറ്റൽ. ഒരു അലുമിനിയം ഒരു ലോഹം എന്ന നിലയിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എടുക്കാൻ കാരണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് ചോദ്യം. മനസ്സിലായോ? ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്സ്. ഓർണമെന്റ്സ് അതായത് എന്താണ് ഓർണമെന്റ്സ്? ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? 1 മാർക്കാണ് അതിന്. 7, മെറ്റൽസ് ആർ ഹാർഡ് ടു കട്ട് എക്സ്പെക്ട് 2 മെറ്റൽസ്. നെയിം ദ മെറ്റൽസ്. നമുക്കറിയാം ലോഹങ്ങൾ മുറിക്കാൻ ഭയങ്കര ടഫാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോസ് അതിനെക്കുറിച്ച് പഠിച്ചു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. എന്നാൽ 2 ലോഹങ്ങൾ നമുക്ക് വെറുതെ ഒരു കത്തി വെച്ച് ഇങ്ങനെ മുറിക്കാം, സിമ്പിളായിട്ട് മുറിക്കാം. ഏതൊക്കെയാണ് ലോഹങ്ങൾ? 8, എക്സ്പെക്ട് 1 ഓൾ മെറ്റൽസ് ആർ സോളിഡ്. നെയിം ദ മെറ്റൽ ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്. ഒരു ലോഹം ഒഴികെ ബാക്കി എല്ലാവരും സോളിഡാണ്, ഖരമാണ്. ഏതാണ് ആ ലോഹം? ഖരമല്ലാത്ത ലോഹം ഏതാണ്? സോളിഡ് സ്റ്റേറ്റിലല്ലാത്തത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വാട്ടർ ബോയിലേഴ്സ്. വാട്ടർ ബോയിലേഴ്സ് വെള്ളം തിളപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതെല്ലാം ലോഹങ്ങളാണ്? വാട്ട് മേക്സ് അലുമിനിയം യൂസ്ഫുൾ ഫോർ റാപ്പിംഗ് ഓഫ് ഫുഡ് ഐറ്റംസ്. നമുക്കറിയാം നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലുമിനിയത്തിൻ്റെ ചെറിയ പാത്രം, ഒരു കടലാസ് പോലത്തെ, അതിനകത്ത് പൊതിഞ്ഞാണ് തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാഡ്ബറി, ഡയറി മിൽക്ക് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ തിന്നായിട്ടൊരു ഷീറ്റ് ഉണ്ടാവും അല്ലേ. അത് എന്തുകൊണ്ടാണ് അലുമിനിയം ഉപയോഗിക്കാൻ കാരണം? ഓക്കെ, ഗീവ് 2 റീസൺ ഫോർ അലുമിനിയം ബീങ് പ്രിഫേർഡ് ടു കോപ്പർ ഫോർ മാനുഫാക്ചറിങ് കുക്കിംഗ് യൂട്ടൻസിൽസ്. നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ അറിയാം കൂടുതലും ചെമ്പ് പാത്രങ്ങളെക്കാളും കൂടുതൽ അലുമിനിയം പാത്രമാണ്. എന്തുകൊണ്ടാണ് അലുമിനിയം അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് വെരി സിമ്പിൾ ടോപ്പിക്കാണ്. മെറ്റൽ എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. ഇതേപോലെ നമ്മൾ ഓരോ ടോപ്പിക്കുകളായിട്ട് റിവിഷൻ ചെയ്യും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ മെറ്റൽസ്. 2 മാർക്കാണ്. എന്തായിരുന്നു ലോഹങ്ങൾ? എ സബ്സ്റ്റൻസ് വിത്ത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, luster and malleability which readily loses electrons to form positive ions or cations are known as metals. Example, sodium, iron, aluminium, etc. A substance, ഇതൊരു വസ്തുവാണ്, വിത്ത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്താണ് അതിൻ്റെ പ്രത്യേകത? വൈദ്യുതി നന്നായി കടത്തിവിടും. ലസ്റ്റർ, മുറിക്കുമ്പോൾ തിളങ്ങും. മാലിയബിലിറ്റി, നമുക്ക് അടിച്ചു പരത്തി എന്താണ് വലിയ ഷീറ്റാക്കാം. വിച്ച് റെഡിലി ലോസസ് ഇലക്ട്രോൺസ്, അതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. എന്താണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്? ഇത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ടു ഫോം പോസിറ്റീവ് അയോൺസ്, അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട എന്തായി മാറും? പോസിറ്റീവ് അയോൺസുകളായിട്ട് മാറും. നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ്. അങ്ങനെയുള്ള
എങ്ങനെയുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് മാലിബിലിറ്റി അടിച്ചു പരത്താൻ സാധിക്കുന്നതും ലസ്റ്റർ മുറിക്കുമ്പോൾ തിളക്കമുള്ളതും കണ്ടക്ടിവിറ്റി വൈദ്യുതിയെ കടത്തിവിടുന്നതുമായ വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റൽസ്, ലോഹങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾ സോഡിയം, ഇരുമ്പ്, അലുമിനിയം, സോഡിയം അയൺ, അലുമിനിയം എക്സെട്ര. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റീസൺ ഫോർ അലുമിനിയം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യൂട്ടൻസിൽസ്? 3 മാർക്കാണ്. നിങ്ങളുടെ വീട്ടിൽ അലുമിനിയം ഉപയോഗിക്കാനുള്ള കാരണം. 1, അലുമിനിയം ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. നന്നായി എന്ത് ചെയ്യും? താപത്തെ കടത്തിവിടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കാനും വേവിക്കാനൊക്കെ പറ്റും. 2, ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ മെറ്റൽ. നല്ല ഹാർഡാണ് അല്ലേ? വെള്ളം വെച്ചാൽ തന്നെ എന്താണ്? ഒടിഞ്ഞൊന്നും പോവില്ല. അല്ലെങ്കിൽ എന്താ പറയാ, വെള്ളത്തിനെ താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അല്ലെങ്കിൽ എന്ത് വസ്തുക്കളെ നമ്മൾ പാകം ചെയ്താലും അതിനത് താങ്ങിക്കൊള്ളും. ആൻഡ് ഡ്യൂറബിൾ മെറ്റൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് എന്തിനെ മാറ്റാം? അലുമിനിയത്തിനെ മാറ്റാം. ഇറ്റ് ഡസ് നോട്ട് ഇമ്പാർട്ട് എനി ഓഡർ ടു ടേസ്റ്റ് ഓർ ടേസ്റ്റ് ടു ദ ഫുഡ്. അലുമിനിയം പാത്രത്തിൽ സൂക്ഷിക്കുന്ന ഒന്നിനും എന്തുണ്ടാവില്ല? അലുമിനിയത്തിന്റെ മണമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. കണ്ടോ, വളരെ വെയിറ്റ് കുറവാണ്. പിന്നെന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്, ചിലവും കുറവാണ്. ഇതൊക്കെയാണ് അലുമിനിയം നമ്മൾ ഉപയോഗിക്കുവാനുള്ള കാരണം. 3ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഈസ് കോപ്പർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് കേബിൾസ്? എന്തിനാണ് കോപ്പർ ഉപയോഗിക്കുന്നത്? കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന, വൈദ്യുതി കടത്തിവിടുന്ന കേബിളുകൾ ഉണ്ടാക്കാൻ കോപ്പർ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഇത് നന്നായി വൈദ്യുതി കടത്തിവിടും. 2, കോപ്പർ ഈസ് ആൻ എക്സ്ട്രീംലി അവൈലബിൾ റിസോഴ്സസ് ആണ് ലൈക്ക് സിൽവർ, ഗോൾഡ്. സിൽവർ, വെള്ളി, ഗോൾഡ്, സ്വർണം. സ്വർണത്തെ വെള്ളിയും പോലെയല്ല. എന്താണ്? കോപ്പർ നമുക്ക് വളരെയധികം കിട്ടാൻ സാധ്യതയുള്ള ഒരു ലോഹമാണ്. ഇറ്റ് ഈസ് വെരി ഡക്റ്റൈൽ മെറ്റൽ. ഡക്റ്റൈൽ മീൻസ് നമുക്ക് എന്തോരം വേണമെങ്കിലും വലിച്ചു നീട്ടാം. ഓക്കെ, കമ്പിയാക്കി മാറ്റാം. സോ ഇറ്റ് ക്യാൻ ഈസിലി ബി ഡ്രോൺ ഇൻ ടു വയർസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വയറുകൾ ഉണ്ടാക്കാനായിട്ട് കോപ്പർ ഉപയോഗിക്കുന്നു. ഓക്കെ, ദ 4th ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 6 മെറ്റൽസ് വിച്ച് വി യൂസ് ഇൻ അവർ എവരിഡേ ലൈഫ്. 2 മാർക്കാണ്. ഏതൊക്കെയാണ്? അലുമിനിയം ഫോയിൽ, നമുക്കറിയാം നേരത്തെ ഫുഡ് പൊതിയാനായിട്ട്. ഗോൾഡ് ഓർണമെന്റ്, സ്വർണ്ണാഭരണങ്ങൾ. അലുമിനിയം കാൻസ്, അതായത് നമ്മൾ ഈ ഇത് കൊക്കക്കോളയൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ ചെറിയ ബോട്ടിൽ. സിൽവർ വെയർ, നമ്മുടെ സിൽവറായിട്ട് സ്റ്റീല്, സിൽവർ അലോയ്. നമ്മുടെ കീസ്, നമ്മുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ സിൽവറിൻ്റെ. പിന്നെ കീസ്, താക്കോലുകൾ, നെക്കിൾസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, നമ്മുടെ ഇപ്പോൾ ഗിറ്റാറിന്റെ കമ്പി, അങ്ങനെയുള്ള സാധനം. ബെൽറ്റിന്റെ ബക്കിൾസ്, ഇയർ റിങ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, വാച്ചസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനമായും അലുമിനിയം, ഗോൾഡ്, സിൽവർ, നിക്കൽ, കോപ്പർ, ഇരുമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 6 ലോഹങ്ങൾ. ഓക്കെ, അലുമിനിയം മെറ്റൽ ഈസ് നൗ ഡേയ്സ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ്. വാട്ട് ഈസ് യുവർ ഇൻഫ്ലുവൻസ് ഓഫ് അലുമിനിയം ആസ് എ മെറ്റൽ? ഒരു അലുമിനിയം ഒരു ലോഹം എന്ന നിലയിൽ നമ്മൾ നമ്മുടെ വീടിന് മുന്നിലൂടെ റോഡിലൂടെയൊക്കെ പോകുന്ന ഇലക്ട്രിക് കേബിൾസ്, അതായത് ലൈൻ കമ്പിയില്ലേ, പോസ്റ്റിൽ, അതിനകത്ത് അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 1, അലുമിനിയം ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടുന്നു നന്നായി. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. എന്താണ്? വളരെ സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് എങ്ങോട്ടും വേണമെങ്കിൽ വലിച്ചു നീട്ടാം. ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. എന്താണ്? വെയിറ്റ് കുറവാണ്. കോസ്റ്റ് എഫക്റ്റീവ്. നേരത്തെ നമ്മൾ പറഞ്ഞ 2 പോയിന്റുകൾ തന്നെ. ഓക്കെ, ചെലവും കുറവാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്സ്. നമ്മൾ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ എന്തൊക്കെ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. എന്തൊക്കെയാണ്? ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം അല്ലേ? അതായത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. കൂടാതെ നമ്മൾ ടൈറ്റാനിയം ഉപയോഗിക്കാറുണ്ട്. സ്റ്റീലിന്റെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ? 7th ക്വസ്റ്റ്യൻ. മെറ്റൽസ് ആർ ഹാർഡ് ടു കട്ട് എക്സ്പെക്ട് ടു മെറ്റൽസ്. നെയിം ദ മെറ്റൽസ്. മെറ്റൽസ് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് മുറിക്കാൻ, ഹാർഡാണ്. പക്ഷെ 2 മെറ്റൽസ് വെറുതെ സിമ്പിളായിട്ട് കത്തി വെച്ച് മുറിക്കുക. ഏതൊക്കെയാണ്? സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. എക്സ്പെക്ട് 1 ഓൾ മെറ്റൽസ് ആർ സോൾഡ്. നെയിം ദ മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്. ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം ഖരാവസ്ഥയിലാണ്. ഏതാണത്? മെർക്കുറി. എന്താണ്? മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ദ്രാവകാവസ്ഥയിലാണ്. ലോഹമാണ്, പക്ഷെ ദ്രാവകാവസ്ഥയിലാണ്. വാട്ട് മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വാട്ടർ ബോയിലേഴ്സ്. വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അതുപോലെ പാചകത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾ. 1 ഇരുമ്പിന്റെ ഉണ്ട്, കോപ്പർ ഉണ്ട്, അലുമിനിയം. 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മേക്സ് അലുമിനിയം യൂസ്ഫുൾ ഫോർ റാപ്പിംഗ് ഓഫ് ഫുഡ് ഐറ്റംസ്. എന്തുകൊണ്ടാണ് നമുക്ക് അലുമിനിയം ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാനായിട്ട് ഉപയോഗിക്കുന്നത്? 1,
അലുമിനിയം ക്യാൻ ബി കൺവേർട്ട് തിൻ ഷീറ്റ്. നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. വളരെ കനം കുറഞ്ഞ ഷീറ്റ്. അപ്പോൾ നമുക്ക് പൊതിയാലോ. വിച്ച് ക്യാൻ ബി ഫോൾഡ് ഇൻ ടു എനി ഷേപ്പ്. ഏതൊരു ഷേപ്പിലേക്ക് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പൊതിഞ്ഞെടുക്കാം. ദെൻ ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ. നമുക്ക് എന്താണ്, വളരെ അധികമുണ്ട്. അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് ലഭിക്കുന്നതുകൊണ്ട് പിന്നെ എന്താണ്, ഫുഡിന് വല്ല മണമോ അങ്ങനെ ടേസ്റ്റോ ഒന്നും വരത്തില്ല അലുമിനിയം. അതാണ് അലുമിനിയത്തിന്റെ പ്രത്യേകത. 11th question, give 2 reasons for aluminum being preferred to copper for manufacturing cooking utensils. നമുക്കറിയാം പാചകം ചെയ്യാനായിട്ട് കോപ്പറിനേക്കാളും അധികം നമ്മൾ അലുമിനിയാണ് ഉപയോഗിക്കുന്നത്. അലുമിനിയം പാത്രം, അതെന്തുകൊണ്ടാണ്? അലുമിനിയം ഈസ് അൺഅഫക്റ്റഡ് ബൈ ആസിഡ്സ്. ആസിഡ് ഒന്നും പ്രവർത്തിക്കില്ല. പ്രസന്റ് ഇൻ സർട്ടൻ ഫുഡ് ഐറ്റംസ്. ചില ഫുഡ് ഐറ്റംസ്. ഇറ്റ് ഈസ് എ ചീപ്പ് മെറ്റൽ. വളരെ വില കുറവാണ്. അപ്പോൾ നമുക്ക് അലുമിനിയം ഉപയോഗിക്കാം. മനസ്സിലായോ? ക്ലിയർ? Thank you. Please subscribe to our YouTube